ഇങ്ങനെ അങ്ങനെ അഗ്നിമീളേ പുരോഹിതം യജ്ഞസ്യ ദേവമൃത്യുജം ഹോതാരം രത്നധാതമം ഓം അഗ്നേനയ സുപദരായേ അസ്മാൻ വിശ്വാനി ദേവവയുനാനി വിദ്വാൻ യുയോദ്യസ്മസ്ജുപുരാണമേനോ ഭൂയിഷ്ഠാന്തേ നമ ഉക്തിം വിധേമാ. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ 23 വരെ നടക്കുന്ന ഭാഗവതോത്സവത്തിന്റെ കലാപം നടത്തിയതിന്റെ തുടക്കമാണ് ഇന്നിവിടെ നടത്തുന്നത്. അതിന്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഏതായാലും അതോടൊപ്പം തന്നെ അതിന്റെ കാര്യങ്ങൾ വിശദീകരിക്കുന്നതോടൊപ്പം സ്വാഗതം പറയുന്നതിനായിട്ട് നമ്മുടെ സെക്രട്ടറി മധു കെ നായർ സ്നേഹത്തോട് വിളിച്ചു. എല്ലാവർക്കും നമസ്കാരം. പൈതൃകം ഗുരുവായൂരിൻ്റെ 3ാമത് ഭാഗവത സപ്താഹയജ്ഞയാണ് നടക്കാൻ പോകുന്നത്. 16 മുതൽ 23 വരെ ഗുരുവായൂരപ്പൻ്റെ തിരുസന്നിധിയിൽ തന്നെയാണ് ഇപ്രാവശ്യം നമ്മൾ ഈ സപ്താഹം നടക്കുന്നത്. ഏതാണ്ട് അതിൻ്റെ പ്രവർത്തികളെല്ലാം തന്നെ ഒരു പൂർണ്ണാവസ്ഥയിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ സ്വാഗതസംഘം ഓഫീസിൻ്റെ ഉദ്ഘാടനം തൊട്ട് നിരവധി എല്ലാ തിങ്കളാഴ്ചകളിലും നടക്കുന്ന മീറ്റിങ്ങുകളും അതുപോലെ വീടുകളിൽ ചെന്നിട്ടുള്ള ക്ഷണവും ഓരോരുത്തരെയും വക സംഭാവന സ്വീകരിക്കുന്നു. അതുപോലെ ഇതിൻ്റേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ കലവറ നിറയ്ക്കൽ ചടങ്ങ് വരെ എത്തിച്ചേർന്നിരിക്കുകയാണ്. അടുത്ത ഞായറാഴ്ചയാണ് നമ്മുടെ ഘോഷയാത്രയോട് കൂടിയിട്ടുള്ള മഹാത്മ്യ പാരായണത്തോട് കൂടിയിട്ടുള്ള ഈ സപ്താഹത്തിൻ്റെ ആരംഭം. അപ്പോൾ അതിൻ്റെ തുടക്കം എന്നോണ്ടാണ് ഇന്ന് നമ്മൾ ഒത്തുകൂടിയിട്ടുള്ളത്. കുറേ കാര്യങ്ങൾ നമുക്ക് അതിൻ്റെ ഇടയ്ക്കൊക്കെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരെ കാണുന്നതും വിശിഷ്ടാതിഥികളൊക്കെ ഏതാണ്ട് തീരുമാനമായി. അന്നത്തെ യോഗത്തിൻ്റെ ഉദ്ഘാടന സഭയിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും തീരുമാനങ്ങളായി. അതിനിടയിൽ 1-2 വിശിഷ്ട വ്യക്തിത്വങ്ങൾ എത്തിച്ചേരാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതും നമ്മൾ നോട്ടീസാക്കിക്കൊണ്ടിരിക്കുകയാണ്. 2 ദിവസത്തിനുള്ളിൽ നമ്മുടെ നോട്ടീസിൻ്റെ പണി തീരും. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും ഈ യോഗത്തിൽ എത്തിച്ചേർന്ന ബഹുമാനായ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ കൂടിയായ നമ്മുടെ സ്വാഗത സംഘം ചെയർമാൻ ശ്രീ DM വാസവൻ സാറിനെ ഏറെ സ്നേഹത്തോടെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നിവിടെ ഭദ്രദീപം കൊളുത്തി ഈ കലവറ നിറയ്ക്കലിന് ഒരു ആചാര്യൻ്റെ സാന്നിധ്യം ഉണ്ടാവണമെന്നുള്ള നിർബന്ധ ബുദ്ധിയോട് കൂടിയിട്ടാണ് നമുക്കെല്ലാം വേണ്ടിപ്പെട്ട ഗുരുവായൂർ മണിസ്വാമി അദ്ദേഹത്തെ നമുക്ക് ലഭിച്ചു. ഏറെ സന്തോഷത്തോടെ ഭഗവാനോടുള്ള കൂടി നമ്മൾ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഞങ്ങൾ കൺവീനർ ശ്രീ പ്രകാശ് സ്വാമി എത്തിച്ചേർന്നിട്ടുണ്ട്. ഏറെ സന്തോഷത്തോടെ അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പൈതൃകത്തിൻ്റെ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് രവി ചങ്കത്ത്, രക്ഷാധികാരി നാരായണ മാഷ്, അതുപോലെ ഫിനാൻസ് കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ ദിവാകരേട്ടൻ, എൻ്റെ ഗുരുനാഥൻ കൂടിയായ ശ്രീ വിവേകാനന്ദ കോളേജിലും കേരള കോളേജിലും പ്രിൻസിപ്പലായിരുന്ന സംസ്കൃത അധ്യാപകൻ ശ്രീ ജയനാരായണൻ തമ്പാടി അടക്കമുള്ള വൈദ്യുതത്തിൻ്റെ എല്ലാ ഭാരവാഹികൾക്കും ഒറ്റ വാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഇപ്പം അത് പറഞ്ഞ പോലെ ഏകദേശം നമ്മുടെ ഇനി അധികം 10 ദിവസം കൂട്ടേ ഉള്ളൂ തുടങ്ങാൻ. ഇപ്പോൾ വളരെ കാര്യമായിട്ട് തന്നെ നമ്മളെല്ലാവരും അതിനേക്ക് വേണ്ടി വളരെ ഉഷാറായിട്ട് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്ന ഒരു സമയമായിരിക്കുന്നു. ഇന്ന് കലവറ നിറയ്ക്കലാണ്. കലവറ നിറയ്ക്കൽ ഏറ്റവും പ്രധാനമാണ്. കാരണം ഭക്ഷണം ഉണ്ടായാൽ മാത്രമേ നമുക്ക് ഭാഗവതം കേൾക്കാൻ സാധിക്കുകയുള്ളൂവല്ലോ. അതുകൊണ്ട് പരീക്ഷത്ത് മഹാരാജാവ് 7 ദിവസവും ഒന്നും കഴിക്കാതെയാണ് കേട്ടത്. പക്ഷെ നമുക്ക് അതിനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് കലവറ നിറയ്ക്കൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൂടാതെ പ്രശസ്തരായ വ്യക്തികളെയൊക്കെ ഉദിച്ചൈതന്യം മറ്റും വിളിച്ചു കൊണ്ടുവരും. അത് സാധാരണ ബുദ്ധിമുട്ടുണ്ടാവില്ല.
ബുദ്ധിമുട്ടുള്ളത് യഥാർത്ഥത്തിൽ ഭാഗവതം കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളെ ഇവിടേക്ക് ക്ഷണിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്. അത് ഓരോ വീടുകളിലും ചെന്ന് ഈ സന്ദേശം പ്രചരിപ്പിക്കുക എന്നത് നമ്മുടെ കടമയാണ്. അങ്ങനെ മാത്രമേ അങ്ങനെയുള്ള ഒരു ശരിക്കുള്ള ഭക്ത സദസ്സിനെ നമുക്കുണ്ടാക്കുവാൻ കഴിയുകയുള്ളൂ. അതേപോലെ തന്നെ ഞാൻ എപ്പോഴും കൂടി പറയാറുള്ളതാണ്, അടുത്ത ജനറേഷനുള്ള ആളുകളെ കൂടി, അതായത് ചെറുപ്പക്കാരെ കൂടി ഇതിലേക്ക് ആകർഷിക്കുക നമ്മുടെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അത്രയും പറഞ്ഞുകൊണ്ട് കുട്ടികളുടെ കാര്യത്തിൽ അത്യാവശ്യമായിട്ട് പോകേണ്ടതുണ്ട്. എല്ലാവർക്കും നമസ്കാരം. ഡോക്ടർ പറഞ്ഞ മാതിരി ഈ സന്ദേശം എല്ലാവർക്കും എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് മുഖ്യം. ഭാഗവതം എന്ന് പറഞ്ഞ സാധനം മഹാസാഗരം, അതിനെപ്പറ്റി വിശദമായിട്ട് മനസ്സിലാക്കി കഴിക്കുന്നത്. അതിങ്ങനെ കുടിച്ചുകൊണ്ടേയിരിക്കുക. എത്ര കുടിച്ചാലും മതി വരാത്ത സാധനമാണ് ഭാഗവതം. ഇത്രയും കൊല്ലം കേട്ടാലും അടുത്തത് ആദ്യ സർക്കാരിന് പറഞ്ഞൊക്കെ ഞാൻ പറയുന്നുണ്ടാവും. പക്ഷെ അത് എന്താ ഒരു സാധനം എന്ന് പറഞ്ഞ മാതിരി ഇങ്ങനെ നമുക്കത് അനുഭവിച്ചാലേ അത് മുഴുവൻ അറിയില്ല. എത്ര അനുഭവിച്ചാലും പിന്നെയും അനുഭവിക്കാനുള്ള ഉണ്ടതിൽ എന്താ അതിലൂടെ നമുക്ക് ജീവിച്ചു പോകാം എന്നാണ്. അങ്ങനെയാണ് ജീവിക്കേണ്ടത്. അതിനുള്ള സാഹചര്യം നമ്മുടെ സംസ്ഥാനങ്ങളിലൂടെ ഉണ്ടാവട്ടെ. അത് ഞാൻ പ്രത്യേകിച്ച് ആശംസ പറയേണ്ട കാര്യമില്ല. ഞാൻ ഇതിൻ്റെ പാർട്ടായ കാര്യം നമുക്ക് പ്രാർത്ഥിക്കാൻ ഗുരുവായൂരപ്പനോട് തലവറ നടക്കുന്നതോട് കൂടിയിട്ട് ഭഗവാനെ നേരെ ചുവന്ന് നടത്തി തന്നെ എന്ന് മാത്രം പ്രാർത്ഥിക്കാം. നന്ദി. ശരി, മഞ്ഞൾപ്പൊടിയാണ് ഇത്ര ആദ്യം. ഡോക്ടർ ലിസ്റ്റ് തന്നെയാണ്. ഒന്നും മാഷൊന്നും പൽപ്പിനേച്ചി ഒന്ന് അതും കൂടി ഏറ്റുവാണ്. പൽപ്പിനേച്ചി ദിവാരേട്ട ഫിനാൻസ് കമ്മിറ്റി ചെയർമാനാണ്. ടീച്ചറുടെ ഒന്ന് ഇങ്ങോട്ട് നോക്കണേ. അത് ആവുമ്പോ വെച്ചിട്ട് അവിടെ നിന്നോളാം. ഇനി ആരാണ് എല്ലാവരും ഇനി ആരെങ്കിലും ഉണ്ടോ? എന്നാ പിന്നെ സ്വാമി ഗോവിന്ദ ഗോവിന്ദ. ംബരം കരവിരാജിത ചക്രശങ്കലോ മോദഗീ സരസിജം കരുണാസമുദ്രാധാസഹായം അതിസുന്ദരമന്ദഹാസം പാതാലേശം മനുഷ്യം ഹൃദിഭാവയാ. സജ്ജനങ്ങൾക്ക് വളരെ വിനയത്തോടുകൂടിയുള്ള നമസ്കാരം. ഏതായാലും സന്യാസികളാണെന്ന് പറഞ്ഞാലും സ്വാർത്ഥത കുറച്ച് ഉണ്ടാവുമല്ലോ. അപ്പം ആ സ്വാർത്ഥയുടെ മുന്നിൽ വെച്ചിട്ട് പറയട്ടെ, ഞാൻ ഇന്ന് ധന്യനായി. ഒരു ഭാഗ്യം കിട്ടി. ഒരു വലിയൊരു സംരംഭത്തിൽ വന്ന് അന്നദാനം എന്ന് നമ്മൾ തലക്കെട്ട് കൊടുക്കുന്ന ഈ സംരംഭത്തിൽ വിളക്ക് കത്തിക്കാനും അന്നദാനത്തിനുള്ള അരി ആദ്യം എടുത്തുവയ്ക്കാനും ഇത്രയും മഹത്വക്കളുടെ കൂടെ പങ്കെടുക്കാനും സാധിച്ചതുകൊണ്ട് ഈ ജീവന് ധന്യത വന്നു എന്നാദ്യം പറയും. പിന്നെ പറയേണ്ടതെന്ന് വെച്ചാൽ ഈ പൈതൃകത്തിൻ്റെ സംഘാടകർക്ക് നമസ്കാരം. അവരെ എന്താ പറയുക, 100-110% എന്നൊക്കെ ചില പറയാറില്ല, അതുപോലെ അഭിനന്ദിക്കുക. എന്താ വെച്ചാൽ കണ്ടിടത്തോളം, മനസ്സിലാക്കിയിടത്തോളം, കേട്ടത്തോളം എല്ലാ നല്ല കാര്യങ്ങളിലും അവർ ശ്രദ്ധ ചെലുത്തി ടച്ച് ചെയ്തുകൊണ്ട് നല്ല കോർഡിനേഷനോടുകൂടി
ഗുരുവായൂർ പല സംഘടനകൾക്കും മാതൃകയായിട്ട് ചിട്ടയായിട്ട് നടത്തുന്ന അത് കാരണം ഇതിൻ്റെ സംഘാടകർക്കെല്ലാം ഇനി ഇതുപോലെ നല്ല നല്ല കാര്യങ്ങൾ നടത്താൻ ശേഷിയും ശേഷിയും ഉണ്ടാകാൻ ഗുരുവായൂരപ്പനും ജഗദംബികയും അമ്മയാണല്ലോ ശക്തി എന്ന് പറയുന്നത് അനുഗ്രഹിക്കട്ടെ എന്ന് ആദ്യം പ്രാർത്ഥിക്കുകയാണ്. കാരണം വെച്ചാൽ പല സംഘടനകളിലും കാണാം ഒരു ഒത്തൊരുമയില്ലാതെ ഉള്ള പോക്ക്. സംഘാടകരായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഈഗോ ക്ലാഷ് ഉണ്ടാവും. അത് എവിടെയും കാണാം. മനസ്സിലാക്കിയെടുത്തോളം ഇവിടെ അതില്ല. എനിക്ക് തോന്നുന്നത് ഈ ഭാഗവത്തിൻ്റെയൊക്കെ ഒരു കവചം ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് അവർക്കും ഇവിടെ വന്നിരിക്കുന്നവർക്ക് എല്ലാവർക്കും സർവാത്മന നമസ്കാരം. പിന്നെ ഇന്നത്തെ വിഷയം അന്നദാനത്തിനുള്ള കലവറ നിറയ്ക്കലാണ്. അതിൻ്റെ പശ്ചാത്തലം ഭാഗവതമാണ്. ഡോക്ടർ അതുപോലെ പ്രകാശസ്വാമിയൊക്കെ ഭാഗവത്തെ ഇവിടെ സൂചിപ്പിച്ചു. അപ്പം അതിനെക്കുറിച്ച് മണിസാമി പറയുന്നത് പ്രകാശി പറയുകയും ചെയ്തു. ആ വാക്കിനെ സ്വീകരിച്ചുകൊണ്ട് 2 വാക്ക് ഭാഗവത്തെക്കുറിച്ച്, 2 വാക്ക്, രണ്ടെന്ന് പറഞ്ഞാൽ വെറും രണ്ടെന്നല്ല കേട്ടോ, രണ്ടെന്ന് പറഞ്ഞാൽ ഇത്തിരി കൂടിയെന്ന് വരും പറഞ്ഞ് നമുക്ക് പോവാം. ഭാഗവതം എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കിൽ അർത്ഥം പറയണത് ഭഗവാനെ സംബന്ധിക്കുന്നത് എന്നാണ്. അപ്പൊ ഒരു ചോദ്യം വരാം, ആദ്യമായിട്ടൊക്കെ ഭാഗവതം കേൾക്കുന്നത് ആരാണ് ഈ ഭഗവാൻ? അതിനൊരു മറുപടി ആചാര്യൻ പറയണു, ഭഗം ഉള്ളയാളാണ് ഭഗവാൻ. അപ്പൊ എന്താണ് ഈ ഭഗം? അതിന് ഭാഗവതം കൊടുത്തിരിക്കുന്നു. ഐശ്വര്യസ്യ സമഗ്രസ്യ വീര്യസ്യ യശസ്ശ്രിയം ജ്ഞാന വൈരാഗ്യയോഗേശ്ച ഷണ്ണാമിതി ഭഗ തീരണ. ഐശ്വര്യം, വീര്യം, യശസ്, ജ്ഞാനവൈരാഗ്യങ്ങളാണ് 6 ഗുണങ്ങളാണ് അത്ര ഈ ഭാഗം എന്ന് പറയുന്നത്. ഈ ഗുണങ്ങൾ സമഗ്രമായിട്ട് പൂർണ്ണമായിട്ട് ആരിലാണോ നിക്ഷിപ്തമായിരിക്കുന്നത് ആളാണത്രേ ഭഗവാൻ. അപ്പോൾ അതാരാണ്? ഗുരുവായൂരുകാരുടെ ഭാഷയെ പറഞ്ഞാൽ അത് ഗുരുവായൂരപ്പൻ. അതാണ് യഥാർത്ഥ ഭഗവാൻ. ആ ഭഗവാനെയാണ് ഭാഗവതം തുടക്കത്തിൽ ജന്മാദ്യസ്യതഃ എന്ന് പറയുന്ന വേദവ്യാസൻ ആദ്യം ഭാഗവതം ചിട്ടപ്പെടുത്തുന്നതിന് മുമ്പ് ചിട്ടപ്പെടുത്തിയുള്ള ബ്രഹ്മസൂത്രത്തിലെ 2ാമത്തെ സൂത്രത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഒരു സംശയം ശ്രദ്ധയുള്ളവർക്ക് വരാം, വേറെ എത്രയോ പേരെ ഭഗവാൻ എന്ന് പറയണില്ലേ? നമ്മളൊക്കെ തന്നെ ചിലപ്പോൾ കണ്ടും ഭഗവാൻ നമസ്കാരം എന്ന് പറയാറുണ്ട്. നേരത്തെ പറഞ്ഞ 6 ഗുണങ്ങളിൽ ഏതെങ്കിലും ഗുണമുണ്ടാവും അവർക്കറിയൂടാ. ഭാഗവതത്തിൽ തന്നെ മൂക്കത്ത് കോപമുള്ള ദുർവാസാവിനെ പോലും ഭഗവാൻ എന്ന് പറയുന്നുണ്ട്, നാരദനെ ഭഗവാൻ എന്ന് പറയുന്നുണ്ട്. അപ്പം നേരത്തെ പറഞ്ഞ 6 ഗുണങ്ങൾ അവരിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടാവില്ല. പിന്നെ എന്തുകൊണ്ട് പറയണമെന്നാണെങ്കിൽ ആചാര്യന്മാർ പറയണത് ആ ഐശ്വര്യാദി ഗുണങ്ങൾ ഏതെങ്കിലും ഒരു ഗുണം പൂർണ്ണമായിട്ടുണ്ടെങ്കിൽ അവരെ ഭഗവാൻ നമുക്ക് സംബോധന ചെയ്യാം. നാരദൻ ആരാണ്? നാരം പരമാർത്ഥ വിഷയം തന്തദാതിരി നാരദ. പരമാത്മാവിനെക്കുറിച്ച്, ഗുരുവായൂരപ്പനെക്കുറിച്ച് പൂർണ്ണമായിട്ട് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്ത് അവരെ ആ ജീവനെ ഉണർത്തുകയും ഉയർത്തുകയും ചെയ്യാൻ കഴിവുള്ള ആളായതുകൊണ്ട് അദ്ദേഹത്തിനെ ഭഗവാൻ എന്ന് പറയണം. ദുർവാസാവ് എന്ന് പറഞ്ഞ ആ ദേഷ്യമൊക്കെയുള്ള ആളാണെങ്കിലും പക്ഷെ അദ്ദേഹം പരമജ്ഞാനിയാണ്. ഒരു ഗുണം പൂർണ്ണമായിട്ടുണ്ട്, അതുകൊണ്ട് അവരെ ഭഗവാൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഭാഗവത പ്രതിപാദ്യനായുള്ള ഭഗവാൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാക്ഷാൽ ആ പരബ്രഹ്മം മൂർത്തി തന്നെയാണ്. അങ്ങനെയുള്ള ഭഗവാന്റെ കഥകളെ വിശേഷിപ്പിക്കുന്ന ഇന്റർനാഷണൽ തലത്തിൽ പോലും പ്രശസ്തി ആർജിച്ചുള്ള സാക്ഷാൽ ഉദിച്ചതിനിടെ ഒരു ഭാഗവത ഉത്സവം, അദ്ദേഹത്തിൻ്റെ ആചാര്യക്രമത്തിൽ നടത്തുന്ന ആ ഭാഗവതോത്സവത്തിന് വന്നുകൂടുന്ന ഭക്തശിരോമണികളായിട്ടുള്ള ഭക്തന്മാർക്ക് ഭക്ഷണം കൊടുക്കുന്നതിനുള്ള ഒരു തുടക്കം കുറിക്കുക, ആ അന്നദാനത്തിനുള്ള കലവറ നിറയ്ക്കലാണ് ഇവിടെ നടന്നത്. അപ്പോൾ പിന്നെ നമ്മൾ എന്തിനാണ് ഈ അന്നദാനം? അതിന് ഡോക്ടർ പറഞ്ഞു ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ ആളുണ്ടാവില്ല എന്നുള്ളൊരു വസ്തുവാണ്. അത് ഏത് വലിയ കേമനായിട്ടുള്ള ആചാര്യനാണെന്ന് പറഞ്ഞാലും ആചാര്യാണെന്ന് പറഞ്ഞാലും ഭക്ഷണം ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾ കുറയും. കാരണം അദ്ദേഹം പറഞ്ഞ പോലെ പരീക്ഷത്തിനെ പോലെ
ഭാഗവതം കേട്ട വേറൊരാളെ പറയാനില്ല. അദ്ദേഹം ആഹരിച്ചില്ലേന്ന് ചോദിച്ചു, ആഹരിച്ചു. അദ്ദേഹം ആഹരിച്ചത് ഭഗവാന്റെ സവിശേഷതകൾ ഭാഗവതമായിരുന്നു എന്നുള്ളതാണ്. സാധാരണക്കാരാഹരിക്കുന്ന നമ്മുടെ ഇന്ദ്രിയങ്ങളെ പോഷിപ്പിക്കുന്ന പ്രാണന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ്. അതില്ലാതെ പറ്റില്ല. അതുകൊണ്ട് ചില സപ്താവേദികളൊക്കെ നമുക്ക് കാണാം, ഉച്ചവരെ നല്ല ആളുണ്ടാവും, ഉച്ച കഴിഞ്ഞാൽ പിന്നെ കഥ പറയണത് പ്ലാസ്റ്റിക് കൊണ്ടുണ്ടാക്കിയ കസേരകളോടാണ്. നമ്മൾ ചില വേദി പറയുന്നുണ്ട് അവർ പുണ്യം ചെയ്തവരാണ്. കാരണം വെച്ചാൽ അവർ കേട്ടിരിക്കണമല്ലോ, അവരെഴുതിയിട്ട് പോണുമില്ല. ചിലരായിട്ട് പുറത്തൊക്കെ എടുത്ത് ഒന്നായും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അപ്പം ആഹാരം ഒരു പ്രധാന വിഷയമാണ്. അതിന് നമ്മൾ അന്നദാനം എന്നാണ് പറയുക, പ്രസാദമുട്ടം എന്നൊക്കെയാണ് പറയുക. അതാണ് നല്ലത്. എന്താണ് അന്നദാനത്തിൻ്റെ മഹിമ? വിശപ്പടങ്ങും എന്നുള്ളത് മാത്രമാണോ എന്നാണെങ്കിൽ അല്ല. ഈ വിശപ്പടങ്ങുന്നതിൻ്റെ അന്നം ഭക്ഷണം കൊണ്ട് മാത്രമേ ഒരാൾക്ക് തൃപ്തി എന്ന് പറഞ്ഞ് മതി എന്ന് പറയാൻ പറ്റുള്ളൂ. വേറൊരു സാധനം കൊടുത്തിട്ട് അല്ലേ. ഇപ്പം നമ്മളിവിടെ കാലെടുക്കുന്നവർക്ക് ബ്ലൗസ് പീസ് കൊടുക്കുന്ന ചടങ്ങ് നടന്നു. ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ ചിലരുടെയെങ്കിലും ഉള്ളിൽ കാണും മകൾക്കൂടെ കിട്ടിയത് നന്നായിരുന്നു എന്ന് അല്ലേ, ഒന്നുകൂടെ വേണം തോന്നാൻ. കുറച്ച് ബാക്കിയുണ്ടെന്ന് പറഞ്ഞാൽ എത്ര പെട്ടെന്ന് തീരും. അത്ര കയ്യങ്ങോട്ട് നീട്ടുക അല്ലേ. നമ്മൾ ഈ സപ്താഹത്തിനൊക്കെ കഴിഞ്ഞിട്ട് യജ്ഞപ്രസാദം കൊടുക്കാറുണ്ട്. എന്തൊരു തിരക്കാണ് അവിടെ കാണിക്കാറുള്ളത്. ഒരു കൈ കൊണ്ട് മേടിച്ചിട്ട് പിന്നെ മറുകയും മേടിക്കും. പിന്നെ അത് നോക്കിയിട്ട് പിന്നെ കൂട്ടുകാർക്കെന്ന് വെച്ചാൽ ചോദിച്ചു പറയുന്നുണ്ട്, അവർക്ക് വരാൻ പറ്റില്ല, ആയിക്കോട്ടെ. അപ്പം ഇങ്ങനെ ഏത് കൊടുത്താലും പോരാന്നാണ്, ഒരാവശ്യമില്ലെങ്കിലും മേടിക്കും. എന്നാൽ ഭക്ഷണം അങ്ങനെയല്ലല്ലോ. ഊറ് വിളമ്പി കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും വന്നു കഴിഞ്ഞാൽ 2 പ്രാവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ മതി അല്ലേ. അപ്പം മതി എന്ന് പറയണം. മതി എന്ന് ബാക്കി ഒരർത്ഥമുണ്ട്, ബുദ്ധി എന്നുണ്ട്. ഇത് മതി എന്ന് പറയുന്നത് സാധാരണ മലയാളത്തിൽ പറഞ്ഞാൽ ഒക്കെ സംതൃപ്തയായി എന്നുള്ള, അതിൽ സംതൃപ്തരായി എന്നുള്ളതാണ്. അപ്പം തൃപ്തിയാകുന്ന ഒരേ ഒരു സാധനമാണ് നമുക്ക് കൊടുത്ത് തൃപ്തിയാക്കാൻ ഈ ഭക്ഷണ സാധനം. ആ തൃപ്തി വരുത്തുള്ള ഒരു ചടങ്ങാണ് ഇവിടെ നടത്തിയത്. അന്നദാനത്തിൽ നമുക്ക് പങ്കാളികളായാൽ നമുക്ക് എന്താണ് നേട്ടം? അതാണല്ലോ ഇവിടെ ചർച്ച ചെയ്യേണ്ടത്. അന്നദാനത്തിന്റെ മഹത്വം പല പുരാണങ്ങളിലും സൂചിപ്പിക്കുന്നുണ്ട്. അതിൽ ദേവീ ഭാഗവത പശ്ചാത്തലത്തിൽ സാക്ഷാൽ യമധർമ്മരാജാവ് അന്നദാനത്തിനെ പറ്റി പറയുന്ന 2 വാക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഭാഷണം നിർത്താം. അതിൻ്റെ പശ്ചാത്തലം വരാണ്ട് സാധാരണ നമ്മളിവിടെ എല്ലാവർക്കും അറിയാവുന്നതാണ് ശ്രീമദ് ഭാഗവതം. ഭാഗവത കഥകൾ എല്ലാവർക്കും അറിയാം. ടീച്ചർ വന്നേച്ച് പ്രകാശിജിയോട് പറയണ്ടായിരുന്നു സ്വാദ് പതേ പതേ എന്ന്. ശരിയാണത്. പ്രകാശിജി ഉപയോഗിച്ചു. കേട്ടിട്ടും പോരാൻ തോന്നുന്നു. അതെ, അതിൻ്റെ ഒരു പദം ഉപയോഗിച്ചിട്ടുണ്ട് ആ ഭാഗവതം അവസാനം. നവം രുചിരം. ഇത് വേറൊരു പുരാണത്തിൽ കാണത്തില്ല. നവം എന്ന് പറഞ്ഞാൽ പുതിയതെന്നാണ്. അത് ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത് പുതുമ നിറഞ്ഞതാണ്, അല്ല പഴകാത്തതാണ്, പുതുമ വർദ്ധിക്കുന്ന ഒരു സാധനം. വേറെ ഒരു വസ്തുവിനെ അതുണ്ടാകില്ല. നമ്മളൊക്കെ തന്നെ തേച്ചു മിനിക്കൊക്കെ എന്തെല്ലാം ഇട്ടൊക്കെ നമ്മൾ അല്ലേ ഒന്ന് പുതുക്കാനായിട്ട് ശ്രമിക്കുന്നില്ലേ പലരും. തലയാണേലും ശരീരമാണേലും ഒക്കെ പുതുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ 2 ദിവസം കുളിക്കാതിരുന്ന് കഴിഞ്ഞാലോ ഇതൊരു കഷ്ടാവും. ക്ഷീണിക്കുന്നു, വാർദ്ധക്യം വരുന്നു, ഒക്കെ വരുന്നു, പഴകണു. 24 കാരറ്റ് സ്വർണം ഭീമ ജ്വല്ലറിയിൽ നിന്ന് മേടിച്ചു വെച്ചാലും 10 ദിവസം തുടക്കാതെ വെച്ചാൽ അതിനും ഉണ്ട് ഒരു മങ്ങൽ. പക്ഷെ മങ്ങലില്ലാത്തതും തെളിഞ്ഞു വരുന്നതും ഒന്നും ചെയ്യാതെ ഈ പുതുവർദ്ധിക്കുന്ന ഏതെങ്കിലും ഒന്നുണ്ടോ ഭൂമിയിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ സാധിക്കും. അത് ഭാഗവത്തിൽ പറഞ്ഞിരിക്കുന്നു, ശ്രീമദ് ഭാഗവതം ആ ഒരു വസ്തു. അതുകൊണ്ടാണ് ശ്രീമദ് ഭാഗവതത്തിന്റെ അവസാനം പറയുന്നത്. എന്താണ് ഈ ശ്രീമദ് ഭാഗവതം? സർവവേദാന്ത സാര സർവസ്വമാണ്. ഭാഗവതത്തിലില്ലാത്തത് പുറത്ത് എവിടെ നോക്കിയാൽ കാണത്തില്ല. പക്ഷെ എങ്ങനെ നമുക്കത് കാണാൻ സാധിക്കും? ഏതൊരു ചോദ്യത്തിനുള്ള ഉത്തരം ഭാഗവതത്തിലുണ്ടാവും. അതൊന്ന് ചെകഞ്ഞു നോക്കിയാൽ മതി. ചെറുശ്ശേരിയുടെ എരിശ്ശേരിയിൽ കഷ്ണമില്ലെന്ന് പറഞ്ഞപ്പം
ഇളക്കിയാൽ മതി എന്ന് പറഞ്ഞ പോലെ ഒന്ന് ഇളക്കി നോക്കണം. ആ ഇളക്കി തരുന്നതിന് വേണ്ടിയിട്ടാണ്, ഇളക്കി തെളിച്ചു തരുന്നതിന് വേണ്ടിയിട്ടാണ് സാക്ഷാൽ സ്വാമി ഉദിച്ചി വരണത്. എത്രയോ ആചാര്യന്മാർ പറഞ്ഞു. അത് തന്നെയല്ല ഭാഗവതത്തിൻ്റെ പ്രത്യേകത പറയാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ. ഇന്നും മുഴുവൻ അല്ല, ഈ ആയുസ് മുഴുവൻ പറഞ്ഞാൽ തീരില്ല. എത്ര ആചാര്യന്മാർ പ്രഭാഷണം ചെയ്തില്ലേ? ഓരോ ആചാര്യന്മാർ പ്രഭാഷണം ചെയ്യുമ്പോഴും നമുക്ക് തോന്നും ഇത് നേരത്തെ പറഞ്ഞതിനേക്കാൾ വ്യത്യാസമുണ്ടല്ലോ. എന്ത് വ്യത്യാസമുണ്ട്? അതാണ് ഭാഗവതം. ഗീതയ്ക്ക് പോലും 3500 മേളിൽ വ്യാഖ്യാനമുണ്ട്. ഒരു വ്യാഖ്യാനം തെറ്റാണെന്ന് ഇതുവരെ ആരും പറഞ്ഞു കേട്ടിട്ടില്ല. ആകപ്പാടെ ഗീതയിലുള്ള ശ്ലോകം എത്രയാ? 574 ശ്ലോകം. അത് പറഞ്ഞാൽ ചിലർക്ക് ദേഷ്യം തോന്നും അല്ലേ? 700 അല്ലേ ശ്ലോകം? 700 ശ്ലോകത്തിൽ കുറേ ചോദ്യങ്ങളൊക്കെയാണ് അല്ലേ സഞ്ജയന്റെ ഒക്കെ ആയിട്ടുള്ള ധൃതരാഷ്ട്രയുടെ. ഭഗവാന്റെ മുഖാരബന്ധത്തിൽ നിന്നായിട്ടുള്ള ഉപദേശം 574 എൻ്റെ ഓർമ്മ. അതിന് തന്നെ 574 വ്യാഖ്യാനമല്ല. അപ്പൊ ഭാഗവതത്തിനോ അതുപോലെയാണ്, പരന്നു കിടക്കാണ്. ഭഗവാന്റെ പാതാരവിന്ദത്തിൽ ഒഴുകി വന്നുള്ള ഗംഗ എങ്ങനെയാണോ പരന്നു കിടക്കണേ, അതിനേക്കാളും പരന്നിരിക്കണു ഭഗവാന്റെ മുഖാരവിന്ദത്തിൽ ഒഴുകി വന്നുള്ള ഈ ശ്രീമദ് ഭാഗവതം. ഗംഗാനദി നമ്മുടെ ഈ ഭാരതത്തിൽ മാത്രമാണ് ഒഴുകുന്നതെങ്കിൽ ഭഗവാന്റെ മുഖാരവിന്ദത്തിൽ ഒഴുകി വന്നുള്ള ഈ ഭാഗവത ഗംഗ ലോകം മുഴുവൻ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. അതാണ് ശ്രീമദ് ഭാഗവതം. ആ ഭാഗവതമാണ് നമ്മളിവിടെ ഇനിയിപ്പം അടുത്ത ഒരു 7 ദിവസത്തോളം ചർച്ച ചെയ്യാൻ പോകുന്നു. അതിനുള്ള അന്നദാനം. അപ്പൊ അന്നദാനത്തിന്റെ മഹത്വം നമ്മൾ യമധർമ്മ രാജാവ് പറഞ്ഞതിനെ പറ്റി ഒന്ന് സൂചിപ്പിക്കാം. അതെന്താണ് പശ്ചാത്തലം എന്നാണെങ്കിൽ, കഠോപനിഷത്തിൽ നചികേതസ് യമധർമ്മ രാജാവിനോട് കുറെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് നിങ്ങൾക്കൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ദേവീ ഭാഗവതം എന്ന് പറയണത് അത്രയും പരിചയമുള്ളവര് എല്ലാവരും ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. വളരെ കുറച്ചുപേരൊക്കെ കേട്ടിട്ടുണ്ടാവും. കാര്യം ദേവീ ഭാഗവതം നടത്തുന്ന വളരെ ചുരുക്കാണ്. ഇപ്പൊ കുറെ ആയിട്ടുണ്ട്. അവിടെ കേവലം ഒരു 12 വയസ്സുള്ള കുട്ടി യമധർമ്മ രാജാവിനെ പിടിച്ചു നിർത്തി എന്നുള്ളതാണ്. ഭാഗവതത്തിൽ നമുക്ക് കാണാം. യമധർമ്മരാജനെ പിടിച്ചു നിർത്തിയ ഒരാളുണ്ട്, ധ്രുവകുമാരൻ. എന്നിട്ട് യമധർമ്മ രാജാവിന്റെ ശിരസില് കാല് വെച്ചിട്ട് പോയൊരു കഥ ഭാഗവതത്തിൽ കാണാം അല്ലേ? ഇവിടെ 12 വയസ്സുള്ള ഈ കുട്ടിയുടെ പേരെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാവിത്രി എന്നാണ് പറയുന്നത്. എന്തായിരുന്നു എൻ്റെ പശ്ചാത്തലം എന്നാണെങ്കിൽ, സാവിത്രിയുടെ അച്ഛൻ്റെ പേര് അശ്വതി എന്നാണ്. അശ്വതി എന്ന് പറയുന്നത് നമ്മുടെ ഭാരതത്തിലുണ്ടായിരുന്ന രാജാവ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ കുട്ടികളൊന്നും ഉണ്ടാകാതിരുന്നപ്പോൾ ചില ആചാര്യന്മാരുടെ നിർദ്ദേശപ്രകാരം ഗായത്രി, സൂര്യഗായത്രി വേണ്ട പോലെ ജീവിച്ച് അതിൻ്റെ ഫലമായിട്ട് ഉണ്ടായ ഒരു മകളാണ് ഈ സാവിത്രി എന്ന് പറയുന്നത്. സാവിത്രി ഉപാഖ്യാനം എന്ന് പറയുന്നത് ദേവീഭാവത്തിൽ കുറേ ഏടുകളിൽ വിസ്തരിക്കുകയാണ്. അങ്ങനെ വളർന്നു വന്നു കഴിഞ്ഞപ്പോൾ 12 വയസ്സ് പ്രായമുള്ള ആ കുട്ടിയെ കല്യാണം കഴിക്കുന്ന ഒരു രാജകുമാരൻ. അധികം വൈകാതെ ഈ രാജകുമാരൻ വീണ് മരിക്കും. ദേവീഭാഗവതം പറയണത് വിറകെടുക്കാൻ പോയി വിറക് വെട്ടി അങ്ങനെ വൃക്ഷത്തിൽ നിന്ന് താഴെ വീണ് മരിച്ചു എന്നൊക്കെയാണ്. അങ്ങനെ ആ രാജകുമാരനെ കൊണ്ടുപോകാനായിട്ട് യമധർമ്മൻ വന്നു. അപ്പോഴാണ് സാവിത്രി പറഞ്ഞു, കൊണ്ടുപോകാൻ പറ്റില്ല. നമുക്ക് പറ്റുമോ? നമ്മുടെ ആരെങ്കിലും മരിച്ചു കിടക്കുമ്പോൾ യമധർമ്മനോട് പറ്റില്ല എന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല. അപ്പൊ എങ്ങനെ സാധിച്ചു ഈ കുട്ടിക്ക്? അത് അങ്ങനെ സാക്ഷാൽ സാവിത്രി ദേവിയുടെ അംശകലയായിരുന്നു ഈ സാവിത്രി കുട്ടി. അവനോട് പറഞ്ഞു, ഒന്നുകിൽ എൻ്റെ ഭർത്താവിനെ എനിക്ക് വിട്ടുതരണം, അല്ലെങ്കിൽ എന്നെയും കൂടി കൊണ്ടുപോകണം. ധർമ്മരാജാവ് പറഞ്ഞു, മോളെ സാധിക്കില്ല. ഇദ്ദേഹത്തിന് ഈ ഐഹിക ജീവിതത്തിലുള്ള കാലം കഴിഞ്ഞു. ഇദ്ദേഹത്തിൻ്റെ ആ സമയം കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ സമയം കഴിഞ്ഞാൽ ഇവിടുന്ന് പോകണം. അതെ, നമുക്കൊക്കെ സമയം കഴിഞ്ഞാൽ പോകണം. കിട്ടുന്ന സമയം കൊണ്ട് നമ്മൾ നേടേണ്ടതൊക്കെ നേടിക്കണം. ഇതൊരു വലിയ നേട്ടമാണ് അല്ലേ? അതുകൊണ്ട് നിന്റെ ആയുസ് കഴിഞ്ഞിട്ടില്ല, നീ ആയുസ് കഴിഞ്ഞു വന്നോളൂ, ഇപ്പം ഇയാളെ കൊണ്ടുപോകാൻ എന്നെ അനുവദിക്കുന്നു. സാവിത്രി പിടിച്ചു നിർത്തി, പറ്റില്ല എന്ന് പറഞ്ഞു.
ഒന്നുകിൽ എന്നെ കൊണ്ടുപോകണം, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിന് ഇട്ട് തരണം. അദ്ദേഹം ആ പാടെ വിഷമിച്ചു. അതുകൊണ്ട് ഒരു ജീവൻ ഇവിടെ ജന്മം എടുത്തു കഴിഞ്ഞാൽ തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടതുള്ളൂ. അവിടെ പിടിച്ചുകൊണ്ട് ഈ സാവിത്രി കുട്ടി കുറേ ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കുകയാണ്. എന്താണ് ജീവൻ? എന്താണ് ജീവാത്മാവ്? എന്താണ് പരമാത്മാവ്? ഇഹലോകത്തിലുള്ള ജീവിത ചര്യകൾ എന്തെല്ലാമാണ്? പരലോകം എന്താണ്? അവിടെ പോയാൽ എന്താണ്? അങ്ങനെ കുറേ ചോദ്യം ചോദിച്ച് അതിനൊക്കെ മറുപടി പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ പിടിച്ചുകൊണ്ട് ധർമ്മം എന്താണ്, അധർമ്മം എന്താണ്, കർമ്മം എന്താണ്, അകർമ്മം എന്താണ്, ഒരു ചോദ്യത്തിൻ്റെ ഒരു നിര. യമധർമ്മ രാജാവ് കൈകുപ്പിക്കൊണ്ട് പറഞ്ഞു, നീ ആ പടന്നെ പിടുത്തില്ല മോളെ, നിന്റെ 12 വയസ്സിലുള്ള ആ ബുദ്ധിയല്ലോ നിനക്ക്. അതുകൊണ്ട് ഇത് പറയാൻ തന്നെ വിഷമാണെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ യമധർമ്മ രാജാവ് ഇതിന് മറുപടി പറയാൻ തുടങ്ങി. ധർമ്മത്തെ പറ്റിയോ അധർമ്മത്തെ പറ്റിയോ ഒക്കെ പറഞ്ഞു. ദാനത്തിൻ്റെ മഹിമ പറഞ്ഞു. വസതിലെ എല്ലാവരും ആ ഒരു എപ്പിസോഡെങ്കിലും ഈ സാവിത്രി കുട്ടിയുടെ ചോദ്യത്തിനുള്ള ചോദ്യോത്തരമെങ്കിലും നമ്മൾ പഠിക്കേണ്ടതാണ്. അപ്പോഴാണ് ഒരു ജീവൻ എപ്രകാരം നമ്മൾ ജീവനെ ശുദ്ധീകരിച്ചെടുക്കാൻ സാധിക്കും. വ്യക്തമായിട്ടെല്ലാം പറഞ്ഞു. അപ്പോഴാണ് ദാനമാഹാത്മ്യം പറഞ്ഞപ്പോൾ ദാനത്തിനെ പറ്റി പറഞ്ഞു. ദാനം ചെയ്താലുള്ള നേട്ടം എന്താണ്? അക്കൂട്ടത്തിൽ ഞാൻ എല്ലാം സൂചിപ്പിക്കാൻ പറ്റില്ല. നമ്മൾ കിണർ കുഴിച്ചാൽ, നാട്ടിലുള്ള കുളം കുഴിച്ച് വൃത്തിയാക്കിയാൽ, അതുപോലെ തന്നെ ഭക്ഷണം കൊടുത്താൽ, വെയിലത്ത് നടക്കുന്ന ആളിന് കുട മേടിച്ചു കൊടുത്താൽ, വല്ലാതെ വേർതിരിക്കുന്ന ആളിനെ വീശുന്നൊരു വിശർ മേടിച്ചു കൊടുത്താൽ, വസ്ത്രങ്ങൾ കൊടുത്താൽ, ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന നേട്ടം എന്താണ്, അതിൻ്റെ ഫലം എന്താണെന്നൊക്കെ പറയും. വിശറിയൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഉഷ്ണകാലത്ത് വിശർ കൊടുത്തു കഴിഞ്ഞാൽ ആ ആള് വായുലോകത്ത് പോയി അനേകായിരം വർഷം സുഖമായിട്ട് വായുഭാരം കൂടി ഇരിക്കാമെന്നാണ്. വൈശാഖകാലത്ത് ചെരുപ്പ് കൊടുക്കാമെന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആ ആളിന് പിന്നെ നരകത്തിൽ പതിക്കണ്ടെന്നുള്ള ഫലശ്രുതി പറയുന്നത്. അതിരിക്കട്ടെ. അപ്പോഴാണ് അന്നദാനത്തിൻ്റെ മഹാത്മ്യം ചോദിച്ചു. ഭക്ഷണം കൊടുത്തത് അവിടെ പറഞ്ഞു, അന്നദാനാൽ മഹാദാനം നഭൂതം ന ഭവിഷ്യസി. യമധർമ്മൻ നമുക്ക് വേണ്ടിയിട്ട് സാവിത്രിയെ മുൻനിർത്തിക്കൊണ്ട് പറയണം. അന്നദാനം എന്ന് പറയുന്നത് ദാനങ്ങൾ വെച്ചിട്ട് ഏറ്റവും ശ്രേഷ്ഠമായ ദാനം എന്നാണ് ദേവി ഭാഗവതത്തില് യമധർമ്മൻ പറയുന്നത്. യമധർമ്മൻ പറഞ്ഞാണ് പിന്നീട് വേദവ്യാസൻ ജനമേജയനോട് പറഞ്ഞു കൊടുക്കണം. അതിനൊരു ഘടനയുണ്ട്. ഇതിനപ്പുറത്ത് വേറൊരു ദാനമില്ല. ഭൂതം ന ഭവിഷ്യസി. അതിപ്പോഴല്ല, പോയ കാലത്താണേലും വരാൻ പോണ കാലത്താണേലും ഈ പ്രസന്റ് ടൈമിലാണേലും ഇതുപോലെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ദാനം ഇല്ലെന്ന് അവിടെ പറഞ്ഞു. അതുകൊണ്ടാണ് സപ്താഹത്തിലും അമ്പലത്തിലും ഒക്കെ ആൾക്കാർ വിളിച്ചു പറയുന്നത് അന്നദാനം മഹാദാനം എന്ന് വിളിച്ചു. എന്നാലും ഇനി അതവിടെ നിർത്തിക്കൊണ്ട് വേറെന്ന് പറഞ്ഞോട്ടെ, അന്നദാനമാണോ ഏറ്റവും വലിയ ദാനം എന്ന് ചോദിച്ചാൽ നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ, നമ്മുടെ അറിവിൽ പറഞ്ഞാൽ അതിനേക്കാളും മേളിലൊരു ദാനം ഉണ്ട്. അതേത് ദാനമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പേരാണ് ജ്ഞാനദാനം. അറിവ് പറഞ്ഞു കൊടുക്കുക, ഞാൻ ആരാണെന്ന് ബോധവൽക്കരിക്കുന്ന അറിവ്, അതാണ് പരമമായിട്ടുള്ളത്. അതാണ് ഏറ്റവും വലിയ ദാനം. അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ പിന്നത്തെ ദാനം എന്ന് പറയുന്നത് അന്നദാനം തന്നെയാണ്. അപ്പം പരമായ ദാനമായുള്ള ജ്ഞാനദാനം ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന ദാനമാണ് ഇതിപ്പോൾ നമ്മൾ ഇവിടെ വിളക്ക് കൊടുത്തി നടത്തിയത് അന്നദാനത്തിനുള്ള ഒരു സംരംഭം. അവിടെ തന്നെ പറയുന്നു, അത് പാത്ര പരിശയസ്യാൽ, അതിന് പാത്രം നോക്കേണ്ട കാര്യമില്ല, ആള് നോക്കേണ്ട കാര്യമില്ല. എന്നാ കാല നിയമ ഏവച്ച, കാലം നോക്കണ്ട, നിയമം നോക്കണ്ട ഭക്ഷണം കൊടുക്കുന്നതിന്. സാധാരണ ഗീതയിലൊക്കെ നോക്കിയാൽ കാണാം, ദാനം ചെയ്യുന്നതിന് നമ്മൾ ചില വ്യവസ്ഥയുണ്ട്. അർഹതയുള്ളവർക്കേ ദാനം ചെയ്യാൻ പാടും. പാത്രം അറിഞ്ഞ് ദാനം ചെയ്യണമെന്ന് പൊതുവെ ഒരു ചൊല്ലുണ്ട്. എന്തുകൊണ്ടാത്? എന്താണെങ്കിൽ അറിയിക്കാത്ത കൈകളിലേക്ക് ചില സാധനങ്ങൾ കൊടുത്താൽ അതുവഴി ലോകത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കിയാൽ അത് ദാനം ചെയ്യുന്നയാളിന് അതിൻ്റെ ദുരിതം ചെയ്യും. എൻ്റെ ഗുരുനാഥൻ ബ്രഹ്മശ്രീ തട്ടയൂർ തിരുമേനി
പണ്ട് പറഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹമൊക്കെ ഇപ്പം നമ്മളുടെ ഇതൊക്കെ കേട്ടുകൊണ്ട് ഒരിടത്ത് നിൽക്കണം ഇല്ലേ. അദ്ദേഹം ഈ ദാനം ചെയ്തതിൻ്റെ ഒരു കഥ പറഞ്ഞു. ഈ ഭിക്ഷയ്ക്ക് വരുന്ന ഒരാൾ വന്നപ്പം ഒരു 10 പൈസ കൊടുത്തത്ര ഒരാൾ. ഇന്ന് 10 പൈസ എന്ന് പറഞ്ഞാൽ അയ്യോ എന്ന് വയ്ക്കും. അന്ന് കാലങ്ങൾക്ക് മുമ്പാണ് 10 പൈസ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 1.5 മാസം ജീവിക്കാനുള്ള കഷ്ടമുണ്ടാവും. 10 പൈസ കൊടുക്കും. നമുക്ക് പലരും, നിങ്ങൾക്കൊക്കെ ഇതിനേക്കാൾ അറിവുള്ളവരുണ്ടാവും, പക്ഷെ സാധാരണ ജനങ്ങൾക്ക് ഇതറിയാൻ പാടില്ലാത്തവരുണ്ട്. എൻ്റെ അവസാനം വരെ എൻ്റെ ഭർത്താവ് ഉണ്ടാവുമെന്ന് ധരിക്കുന്ന ഭാര്യമാരുണ്ടാവും. എൻ്റെ അവസാനം വരെ തന്നെ തലോടിക്കൊണ്ടിരിക്കാൻ ഭാര്യ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്ന ഭർത്താക്കന്മാരുണ്ടാവും. മക്കളുണ്ടാകുമെന്ന് ധരിക്കുന്നവരുണ്ട്. സുഹൃത്തുക്കളുണ്ടാകുമെന്ന് ധരിക്കുന്ന ആൾക്കാരുണ്ട്. ബാങ്കിലെ ബാലൻസ് ഉണ്ടാകുമെന്ന് ധരിക്കുന്നവരുണ്ട്. ഇല്ലെന്ന് പറയാൻ പറ്റുമോ? നമ്മളതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ബാങ്ക് ഒക്കെ മറിച്ചൊക്കെ നോക്കുന്നത്. പക്ഷേ അകത്തേക്ക് കടന്ന് ആത്യന്തികമായി ചിന്തിക്കുക, ഇതേതെങ്കിലും ഒരു സാധനം നമ്മളെ രക്ഷിക്കാൻ ഉണ്ടാവുമോ? ഉണ്ടായാൽ ഭാഗ്യം, ഉണ്ടാകാൻ സാധ്യത കുറവാണ്. അതിനുള്ള കഥയാണ് ഗജേന്ദ്രമോക്ഷം അല്ലേ. ഗജേന്ദ്രമോക്ഷം കഥ നമ്മളിലേക്ക് അന്വയിക്കണം. നമ്മൾ എത്രയോ കേട്ടു, എത്രയോ പറഞ്ഞു അല്ലേ. ഒരു ആനയെ രക്ഷിക്കാനായിട്ട് ഗുരുവായൂരപ്പൻ ഒരു അവതാരം എടുത്ത കഥ. ഒരു ആനയെ രക്ഷിക്കാൻ ഗുരുവായൂരപ്പൻ വന്നു എന്നുണ്ടെങ്കിൽ ഒരു ഭക്തനായ നമ്മളെ ഭാഗവതം എടുത്ത നമ്മളെ രക്ഷിക്കാൻ ഗുരുവായൂരപ്പൻ വരാതിരിക്കൂ? ഇരിക്കില്ല. എൻ്റെ തന്നെ എത്രയോ 100 കഥകളുണ്ട്. ആത്മപ്രശംസ അല്ലെങ്കിലും ഞാൻ ഈ വേദിയിൽ ഒന്ന് പങ്കുവച്ചോട്ടെ. കഴിഞ്ഞ ഡിസംബറിൽ സ്ട്രോക്ക് വന്നു, ഒരു പ്രഭാഷണ വേദിയിൽ സ്ട്രോക്ക് വന്ന് തളർന്നതാ ഞാൻ, കണ്ണൂർ വെച്ചിട്ട്. പറഞ്ഞുകൊണ്ടിരുന്ന വിഷയമാണല്ലോ, എനിക്ക് ഭാഗവത്തിലെ എല്ലാ വിഷയം ഇഷ്ടമാണെങ്കിൽ അതിൽ വളരെ ഇഷ്ടമുള്ള വിഷയമായിരുന്നു നരസിംഹവാദം. 15-20 മിനിറ്റ് കൂടെ ബാക്കിയുണ്ടായിരുന്നു. ആ 20 മിനിറ്റ് മുമ്പ് വരെ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ 20 മിനിറ്റ് കൂടെ ഉള്ള സമയത്ത് ഒന്നും അറിഞ്ഞൂടാ. ഇപ്പോൾ എഴുതിയിരിക്കുന്ന എല്ലാവരും എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ബുക്കിരിക്കുന്ന ശ്ലോകം വായിക്കാൻ പറ്റുന്നുണ്ട്. ബുക്കിലെ ശ്ലോകം കാണാൻ പറ്റണില്ല. വേദിയിരിക്കുന്നവരൊക്കെ പുകമാതിരി കണ്ടു. പുസ്തകം അടച്ചു വെച്ചു. പക്ഷെ 20 മിനിറ്റ് പ്രഭാഷണം ചെയ്തു. ആര് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല എന്താ പറഞ്ഞത്. പക്ഷെ ആ 20 മിനിറ്റ് കൊണ്ട് നരസിംഹാവതാരം പറഞ്ഞ് എണീറ്റപ്പോൾ താഴെ വീഴാൻ പോയി. അപ്പം ഞാൻ സൂത്രത്തിൽ ആരെ അറിയിക്കാതെ ഭിത്തിയിൽ ഇങ്ങനെ ചാരി നിന്നു. അവരുകൊണ്ട് എന്താ മൊമെൻ്റൊക്കെ തന്നു. അവിടുന്ന് ഇറങ്ങി വന്നപ്പം സംഗതി അവർക്ക് മനസ്സിലായി അപകടമാണെന്നുള്ളത്. അപ്പം ഞാൻ അതിൻ്റെ സെക്രട്ടറിയോട് ഒന്ന് ചോദിച്ചു, സ്വാമി എൻ്റെ വിഷമല്ലോ? ഞാൻ പറഞ്ഞു കുറച്ചൊരു ബോധക്കേടുണ്ട്, ഇപ്പം അത്രയില്ല. ആ അവസാന സമയത്ത് ഒന്നും അറിഞ്ഞുകൂടായിരുന്നു. ഞാൻ 15 മിനിറ്റ് കഥ പറഞ്ഞതിൽ എന്തെങ്കിലും അബദ്ധം വിളിച്ച് പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ സ്വപ്നം കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയില്ലേ, എന്തെങ്കിലും അബദ്ധം വിളിച്ച് പറഞ്ഞിട്ടുണ്ടോ? എനിക്ക് അറിഞ്ഞൂടാ, ഉണ്ടെങ്കിൽ ക്ഷമിക്കണം എന്ന് പറഞ്ഞു. അബദ്ധമൊന്നും വിളിച്ച് പറഞ്ഞില്ല. ഞങ്ങൾ നരസിംഹത്തിനെ കണ്ടു എന്ന് പറഞ്ഞു. അമ്മമാരും എനിക്ക് മനസ്സിലായി നരസിംഹത്തിനെ കാണിച്ചു കൊടുക്കാനുള്ള കഴിവൊന്നും നോക്കില്ല. അപ്പം ആ നരസിംഹ അവതാരം പറഞ്ഞത്, ബാക്കി പറഞ്ഞത് പൊന്നു ഗുരുവായൂരപ്പനാണ്. യാതൊരു സംശയമില്ല, ഒരു സംശയമില്ല കാര്യത്തിൽ. അപ്പം ഈ ഇതുപോലെ അനവധി രംഗങ്ങളുണ്ട്. ആ ആൾ അന്ന് താഴെ വീണിരുന്നെങ്കിൽ ഇതല്ലായിരുന്നു കഥയെന്ന് ഞാൻ കണ്ണൂരിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റലിൽ പോയ അവിടുത്തെ ന്യൂറോ സ്പെഷ്യലിസ്റ്റാണ്. പക്ഷെ ഇദ്ദേഹത്തോട് പറഞ്ഞു എനിക്ക് വളരെ സന്തോഷമുള്ളൂ. കാരണം പണ്ട് കേദാർനാഥ് പോയപ്പോഴും സമർപ്പണമായിട്ട് പോയതാണ്, പിന്നെ കൊണ്ടൊന്നും ഊരായപ്പൻ. അപ്പം ഇത് കുഴപ്പമൊന്നുമില്ലേ, ഇപ്പം പ്രത്യേകിച്ച് കുറച്ചൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഇനി ഇരിക്കണുണ്ടെന്നുണ്ട് ഒരു 6 ദിവസം കൂടി ഭാഗവതം വായിക്കാനുണ്ട്. അത് കംപ്ലീറ്റ് ചെയ്യണം. ഡോക്ടർ പറഞ്ഞാൽ ഒരു മരുന്ന് തരാം, കഴിച്ചോളൂ, കുഴപ്പമുണ്ടാകും. ആ മരുന്ന് കഴിച്ചു, പിന്നെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. 6 ദിവസം ഭരണം സമർപ്പിച്ചു. എന്നുവെച്ചാൽ ഇവിടെ വന്ന് ഞാൻ ഡോക്ടറെ കണ്ടു. സാറിൻ്റെ അനുദിനാണ് ഇപ്പം എൻ്റെ ഡോക്ടർ വിവേക്. അദ്ദേഹത്തിനെ കുറിച്ച് ഒരു സാധനപ്പെട്ടായി പേരും സ്വഭാവവും രൂപവും ഒക്കെ അതുപോലെ തന്നെയാണ്. നല്ല എന്തൊരു വിനയാണെന്നറിയാം. ഡോക്ടർമാർക്ക് അങ്ങനെയാണ്. ഡോക്ടർമാർക്ക് മാത്രം പോരാ, എല്ലാവരും അങ്ങനെയാണ്. വിനയം കൊണ്ടേ വിഷയം ഉണ്ടാവും. അപ്പം നമ്മളെ രക്ഷിക്കാനായിട്ട് ഈ ഭഗവാൻ മാത്രമേ ഉണ്ടാവുള്ളൂ, അഥവാ ഭാഗവതം ഉണ്ടാവുള്ളൂ എന്നുള്ളത് നമ്മൾ അത് ഏത് ഉറക്കത്തിൽ ഓർക്കണം.
ഗജേന്ദ്രനെ കുറിച്ച് നമുക്ക് പറഞ്ഞിരുന്ന കഥ ഏതാണ്? ഭാര്യമാരുണ്ടാവും, മക്കളുണ്ടാവും എന്നൊക്കെ ഗജേന്ദ്രൻ ആദ്യം വിചാരിച്ചു. അവസാനം എല്ലാം നഷ്ടപ്പെട്ട് താനും തളർന്നു കഴിഞ്ഞപ്പോഴാണ് അത്ര പൂർവ്വജന്മ സ്മരണ ഓർമ്മ വന്നത്. പൂർവ്വജന്മത്തിൽ ആ ഒരു രാജാവ്